നിങ്ങൾക്ക് അറിയാമോ, അതേ ഇവിടെ ഇഷ്ടം പോലെ സൂപ്പർ ബൈക്സ് ഇരിപ്പുണ്ട്. ഹലോ ഗൈസ്, ഹലോ, വെൽക്കം ബാക്ക് ടു V4 Entertainment. ജിസ്മി ആരും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ആ സൂപ്പർ ബൈക്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവാണ് അല്ലേ? അത് എന്താണ് ഇതിൻ്റെ പേര്? ഇതിന്റെ പേര് കാണില്ല, ഇതാണ് അതിന്റെ പേരെന്ന് പറയുന്നത്. നീ ഒന്നുകൂടി പറഞ്ഞ പേര്? അബ്ജോസ് സൂപ്പർ. ആൾ ഓൾറെഡി നമുക്ക് യൂട്യൂബർ ആണ്. ആൾ ഓൾറെഡി യൂസ്ഡ് ബൈക്കിന്റെ കാറിന്റെ ഒക്കെ ബൈക്കിന്റെ ഒക്കെ വീഡിയോസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ആളുടെ ഷോറൂം ആണിത്. നമുക്ക് ആളെ കാണാൻ പോയാലോ? അതെ, നമുക്ക് നേരെ ഷോറൂമിനകത്ത് കയറിയിട്ട് ആളെ ഒന്ന് പരിചയപ്പെടാം. നോക്ക് ഗൈസ്, ഇവിടെ ഇരിക്കണ സൂപ്പർ ബൈക്സ് കണ്ടോ? ഇതാണ് മുതലാളി. പേരെന്ന് പറഞ്ഞു? അബി. ഫേമസ് ആളൊക്കെ ഉണ്ടോ? അതെ, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്. എടുക്കുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അല്ലേ? അബ്ജോസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഇതിന്റെ താഴത്ത് തൂക്കിയിട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് വീഡിയോസ് കണ്ടോളുക. അപ്പോൾ നമ്മളിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാമോ, അതേ ഇവിടെ ഇഷ്ടം പോലെ സൂപ്പർ ബൈക്സ് ഇരിപ്പുണ്ട് കണ്ടല്ലോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഞങ്ങൾ പരിചയപ്പെടും. പിന്നെ സൂപ്പർ ബൈക്സ് അല്ലാതെ ഇവിടെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട്. അപ്പോൾ അതെല്ലാം ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം അല്ലേ ഗായ്സ്? അപ്പോൾ ഈ സൈഡിലിരിക്കുന്നത് ഒരു നിഞ്ചയാണ്, പിന്നെ ഇരിക്കുന്നത് ഒരു RC, പിന്നെ ഒരു ഡൊമിനോർ, പിന്നെ ഇരിക്കുന്നത് ബെൻലി. അപ്പോൾ നമുക്ക് നിഞ്ചയിൽ നിന്ന് തന്നെ തുടങ്ങാം. 2014 മോഡലായിട്ടുള്ള നിഞ്ച. ഇതിന് മുന്നേ പല വീഡിയോസും കാണിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോപ്പിന്റെ പരസ്യത്തിലും ഒരു നിഞ്ച കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്നിരുന്നാൽ ഈ ഒരു ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും ഒന്നും കൂടി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക, പരമാവധി ഷെയർ ചെയ്ത്. അപ്പൊ ഷോർട്സ് കാര്യങ്ങളൊക്കെ ഇനിയും വൈകാതെ ഉണ്ടാവുന്നതാണ്. നിഞ്ചയുടെ ഡീറ്റെയിലേക്ക് 2014 മോഡലായിട്ടുള്ള നിഞ്ച. അപ്പൊ ഇത് എന്റെ പേര് കിടക്കണ എന്റെ സ്വന്തം വണ്ടിയാണ്. വണ്ടിപ്രാന്തനായതുകൊണ്ടാണ് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പൊ 5ാമത്തെ ഓണാണ്. കിലോമീറ്റർ ഒക്കെ 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആകെ. ജെനുവിൻ കിലോമീറ്റർ ആണ്. പിന്നെ കണ്ടീഷൻ വണ്ടിയാണ്. ഒറിജിനൽ ജപ്പാൻ എഞ്ചിനാണ്. ഒറിജിനൽ ജപ്പാൻ എഞ്ചിൻ വണ്ടിയാണ്. കണ്ടീഷൻ വണ്ടിയാണ് കേട്ടോ. അത് DS3 വണ്ടി. DS3. ഓക്കെ, ആര് മേടിച്ചാലും ഒന്ന് പതുക്കെ ഓടിക്കോളൂ. ഇതല്ലേ? എന്നുവെച്ചാൽ ഒരുപാട് യൂസിങ് ആക്കൂല. ഫോട്ടോഷൂട്ട്, കല്യാണ വെഡിങ് കാര്യങ്ങള്. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡിൽ ഇത് ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. അപ്പൊ ഇതാണ് പ്രൈസ് പറയുന്നത് 250 ആട്ടോ ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില എന്ന് പറയുന്നത്. പക്ഷെ അത് 250 നമുക്കൊരു 1.25 ഡൗൺ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അത് ഒരു വർഷത്തേക്ക് കിട്ടുള്ളൂ. ഒരു വർഷം ഏകദേശം 12,000 രൂപ ആവും ഒരു മാസത്തേക്കല്ലേ? അപ്പൊ ഇതാണ് നിഞ്ചയുടെ കാര്യങ്ങൾ കേട്ടോ. വണ്ടി നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഈ ഇൻസ്റ്റാഗ്രാം ID അറിയാം? റോഡ് ഇൻസ്റ്റാഗ്രാം ID ആണത്. ഇതിലും കയറി ഒന്ന് ചവിട്ടി പൊട്ടിച്ച് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ വണ്ടി അടിപൊളി കിടുക്കൻ വണ്ടിയാണ്, കണ്ടീഷൻ വണ്ടിയാണ്. പുതിയ ടയറൊക്കെയാണ്, സ്ക്രാച്ച് ഒന്നുമില്ല, വണ്ടി സെറ്റപ്പാണ്. ഇനി ഡീറ്റെയിൽസ് ഒന്നും പറയാമല്ലോ ഇതിനെപ്പറ്റി? ഇതിനെപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കഴിഞ്ഞു. KL11 രജിസ്ട്രേഷൻ ആണ്. പിന്നെ നമ്മൾ ഒറിജിനൽ കേരള വണ്ടിയാണ്, കോഴിക്കോട് രജിസ്ട്രേഷൻ. RC 200. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ കസ്റ്റം ചെയ്ത വണ്ടിയാണ്. ഓക്കെ, എന്തൊക്കെയാണ് അത് കസ്റ്റമായിട്ട് ചെയ്തേക്കുന്നത്? ഓക്കെ, അത് കളഞ്ഞിട്ട് പ്ലെയിൻ ആക്കി, യെല്ലോ ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, വണ്ടി കണ്ടീഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. നിസാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, 25,000 കിലോമീറ്റർ. ആ വണ്ടി എത്രയായിരുന്നു? 22. ഇതാകുമ്പോൾ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരുപാട് ഓട്ടോ ഓടിയ വണ്ടിയൊന്നുമല്ല. കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ഫ്രഷ്നെസ് വണ്ടിയിലുണ്ട്. കിടുക്കൻ ടയറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കസ്റ്റം ചെയ്തിട്ടുള്ള ബോഡിയാണ്. ആ ഒരു ഗ്രാഫിക്സ് ഒക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒരു പ്ലെയിൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. വണ്ടി അതിൽ ലുക്കുണ്ടോ കാണാനായിട്ട്. പിന്നെ ഇവിടെ ആയിട്ട് ചെറിയ രീതിയിലുള്ള സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് 1,80,000 രൂപയാണ്. ഇതിന് മുന്നേ ഞാൻ പല വീഡിയോ ചെയ്തിട്ടുണ്ട്, കൂടി ഞാൻ പറയുകയാണ്. 1,80,000 ആണ് ചോദിക്കുന്ന വില. ഓക്കെ, സിംഗിൾ കിലോമീറ്റർ കണ്ടീഷൻ വണ്ടിയാണ്. പിന്നെ നമുക്കിത് ലോൺ ഫെസിലിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 60 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇട്ട് ചെയ്യാൻ പറ്റും. 60,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ലോണിൽ സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ്.
ഇതാണ് RC-യുടെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഡൊമിനോറാണ്. ഡൊമിനോർ 2018 മോഡൽ ABS വണ്ടിയാണ്. 2018 മോഡൽ ABS വണ്ടി. ഓക്കെ, ഏകദേശം ഇപ്പൊ 2-3 ഫൈനാൻസ് നോക്കി ഓക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ സോൾഡ് ഔട്ട് ആവാൻ വഴിയുണ്ട്. 1-2 പേര് കണ്ണ് വെച്ചിട്ടുള്ള വണ്ടി കേട്ടോ ഇത്. ഉടനെ തന്നെ തേർഡ് ഓണർഷിപ്പ്. ചെറിയൊരു മങ്ങിയിട്ടുണ്ട്. ഈ ഹെഡ്ലൈറ്റിൻ്റെ അവിടെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അതൊന്നും ഒരു വിഷയമല്ല. വണ്ടിക്ക് എല്ലാം കിടുക്കം വണ്ടിയല്ലേ, നല്ല ഗോൾഡൻ കളർ അലോയി ഒക്കെ ആയിട്ട് സെറ്റ്. ഇത് കമ്പനി തന്നെ ഉള്ളതാണ് അല്ലേ? ഇങ്ങനെ തന്നെ സ്റ്റോക്ക് വണ്ടി കേട്ടോ ഇത്. എക്സ്ട്രാ ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. വണ്ടി കാണാനായിട്ടും കിഡുവാണ്. ഇത് ചോദിച്ച പ്രൈസ് 1.25. ഒരു ഓഫർ പ്രൈസ് പോലെ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ വീട്ടിൽ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അതിനുശേഷം ഇഷ്ടം പോലെ വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ട്, ഷോർട്സ് കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വന്നാണ് ഒരു ഓഫർ പ്രൈസിന്റെ ഈ ഒരു വണ്ടി. ഓക്കെ, സെയിലായിട്ടുണ്ട്. ഏകദേശം ആയിട്ടുണ്ടല്ലേ. പിന്നെ കുറച്ചേറെയൊക്കെ ഫൈനാൻസ് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റൂല. സിവിൽ ട്രാക്ക് നമ്മൾ ക്ലിയർ അല്ലെങ്കിൽ റെഡി ആവൂല. അങ്ങനെ കുറെ പേര് ക്യാൻസൽ ആയതാണ് ഈ RC. അപ്പോൾ ഒരുപാട് പേര് മോഹിച്ചിട്ട് വെച്ചിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇത്. കണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ നിന്നുള്ളൊരു സംഭവം കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പ്രീമിയം ലുക്കാണ് എല്ലാത്തിന്റെയും. ലക്ഷറി വണ്ടി. അതെ, എല്ലാം ലക്ഷറിയാണ്, പ്രീമിയം ലുക്കാണ്. തിരുവനന്തപുരം ആറ്റിങ്ങൽ, ഇത് KL4 ആലപ്പുഴ, അത് കോഴിക്കോട്. ഇത് ആറ്റിങ്ങൽ രജിസ്ട്രേഷൻ ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് ഡൊമിനോറിൻ്റെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് വരുന്നത് ബെന്റ്ലി ആണ്. സൂപ്പർ സ്പോർട്സ് ബൈക്കാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. ബെന്റ്ലി 300. ബെന്റ്ലി TNT 300 അല്ലേ? ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇത് 2016 മോഡൽ വണ്ടി, 17 രജിസ്ട്രേഷൻ. ഓക്കെ, 2016 മോഡൽ വണ്ടി, 2017 രജിസ്ട്രേഷൻ വരുന്നത്. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ 70,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ബെനലിയുടെ എഞ്ചിനൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമില്ല. കാരണം എത്ര ഓടിയാലും പുലിയാണ്. ഇതിനൊരു പ്രശ്നമില്ല. അപ്പൊ 70,000 കിലോമീറ്റർ ഓടിയതൊന്നും ഇവനൊരു പ്രശ്നമല്ല എന്നുള്ളതാണ്. 1.5 എക്സോസ്റ്റ് ആണ്. സൗണ്ട് നമുക്കൊന്ന് കേൾക്കണമല്ലോ. സൗണ്ട് കേൾക്കാനായിട്ട് നമുക്ക് അതാത് സ്ഥലങ്ങളിൽ പോയി നിൽക്കാം. ഓക്കെ, സൗണ്ട് കേൾപ്പിച്ചോളൂ. ഞാൻ ഇവിടെ തെറിച്ചു പോവും. അത് വേറെ സൗണ്ടാണ്. അതാരടാ പുറത്തു കൂടി പോയത്? ഓക്കെ, ഓക്കെ. ഒരു എക്സോസ്റ്റ് കൂടി വെക്കുകയാണെങ്കിൽ അപ്പൊ ഇതാണ് അതിന്റെ സൗണ്ട് എന്ന് പറയുന്നത്. മറ്റേ വണ്ടികളുടെ എക്സോസ്റ്റിനൊക്കെ എന്തെങ്കിലും ഇതുണ്ടോ? അത് ടിൻ സിലിണ്ടറാണ്. അതൊരു വെറൈറ്റി സൗണ്ടാണ്. പക്ഷെ അത് നിഞ്ചക്ക് നല്ല സൗണ്ട് തന്നെയാണ്. പക്ഷെ അത് ഇതുപോലെ തന്നെ നല്ലൊരു എക്സോസ്റ്റ് ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സൗണ്ട് ആയിരിക്കും. അതിന്റെ ആ ഒരു കിളിനാദം നമുക്കൊന്ന് കേട്ടാലോ? എല്ലാവരെയും നമുക്ക് ആ ശബ്ദങ്ങളൊന്ന് കേൾക്കാം അല്ലേ? നിന്റെ ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ കുറച്ച് കാര്യം കൂടി പറയണം. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് പോകണത് മോശമല്ലേ? അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇനിയുള്ളത്? ഇത് ടൊർണാഡോ TNT നല്ല ഡിമാൻഡുള്ള വണ്ടിയാണ്. ഓക്കെ, കേരള വണ്ടിയാണ്. ഓണർഷിപ്പിലെ വണ്ടി 70,000 കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് ചോദിക്കുന്നത് 2.50 ആണ്. നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്യും. 70,000 കിലോമീറ്റർ ഓടിയ വണ്ടി, ചെറിയ ക്ലച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പണിയേണ്ടി വരും. അപ്പൊ ഒരു 2.30 ആണ് നമ്മളിപ്പോ പ്രൈസ് ഇട്ടേക്കുന്നത്. ഓക്കെ, എന്നിരുന്നാലും താല്പര്യത്തോടുകൂടി ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്നുകൂടി ചെയ്യും. നല്ല രീതിയിൽ ഒന്നുകൂടി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കും. ഫൈനാൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്കിതിപ്പോ 2.30 ചോദിക്കണ വണ്ടിക്ക് ഒരു 1,00,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എടുക്കാം. ഒന്നും വേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് പറഞ്ഞോളൂ. ഇപ്പൊ 2-3 പേര് ചോദിച്ചിങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ അത് അടുത്ത് തന്നെ പോകാൻ വഴിയുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്പോർട്സ് വെഹിക്കിൾ ഇങ്ങനെ മാറി വരുന്നതാണ്. സൗണ്ട് കേട്ടല്ല ഈ സാധനം നിൽക്കണേട്ടാ. പിന്നല്ല ഇപ്പോഴും പിന്നെ ഒരു അഗ്രസീവ് ലുക്കാണ്. സൗണ്ട് മാത്രമല്ല, അവൻ്റെ ആ ലുക്കും അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഭയങ്കര ഡിമാൻഡ് ഉള്ളത്. ഒരുപാട് പേര് നോട്ടം ഇട്ട് വെച്ചിരിക്കുന്ന വണ്ടി. ഇത് മാത്രമല്ല, എല്ലാമാണ്. പക്ഷെ ഇവൻ ഒരു സ്പെഷ്യലാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, പുലിക്കുട്ടിയാണ്. ഈ സൈഡിൽ നിന്നൊക്കെ ഡബിൾ ഡിസ്ക് ആണ്. ഡബിൾ ഡിസ്കിൽ അവനെ പിടിച്ചാൽ കിട്ടുള്ളൂ അല്ലേ? ഡബിൾ ഡിസ്ക് നോൺ ABS ആണ്. ചാലക്കുടി അല്ലേ? സോറി, അങ്കമാലി രജിസ്ട്രേഷൻ ആണ്. KL63 ഡബിൾ ഡിസ്ക് ഒക്കെ വരുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നിഞ്ചയുടെ സൗണ്ട് ഒന്ന് കേൾക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിഞ്ചയുടെ ആ കിളിനാദം കേൾക്കാം. നിഞ്ച ഒരു ടിൻ സിലിണ്ടർ വണ്ടിയാണ്. മറ്റേത് ടിൻ സിലിണ്ടർ ആണ്. കമ്പനി കൊടുക്കുന്ന സൗണ്ട് ഒരു ഒന്നൊന്നര സൗണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ സാധാ സൗണ്ടാണ്. നല്ലൊരു എക്സോസ്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി സൗണ്ട് ആവും. ഓക്കെ, ജസ്റ്റ് ഞാൻ പിന്നെ സൗണ്ട് ചെക്ക് ചെയ്ത് വെച്ചാൽ പൊളി. ഒരു സ്പെഷ്യൽ സൗണ്ട് ആട്ടോ. അതിന്റെ വേറൊരു ടൈപ്പ് സൗണ്ട് ആയിരുന്നെങ്കിൽ ഇതിന്റെ വേറൊരു ടൈപ്പ് സൗണ്ടാണ്. അപ്പോൾ ഇതിന്റെ സൗണ്ടോ? സാധാ നോർമൽ സൗണ്ട് ആണല്ലോ. ഇനിയിപ്പോൾ അവന്റെ കേൾപ്പിച്ചപ്പോൾ ഇവന് വിഷമമായാലോ, ഇവന്റെ കൂടെ നമുക്കൊന്ന് കേൾപ്പിച്ചു നോക്കാം. ആണല്ലേ. എവിടെ ഇവന്റെ കുഴലെവിടെ? താഴത്താണ്ടോ? ഇതാണ് അവന്റെ സൗണ്ട്. ഫൈനാൻസ് നോക്കിയിട്ട് ക്യാൻസൽ ആയിട്ടുണ്ട്. കുറച്ചുപേർ ചെക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അതെ, ഇനിയും അവസരങ്ങൾ ഉണ്ട് എന്നാണ് പുള്ളി നൈസായിട്ട് പറഞ്ഞു വെച്ചത്. അപ്പൊ അതെ, ഇവനെ എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവാം. അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളുക. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ കുറച്ച് നമ്മൾ നിരത്തിൽ സാധാരണമായി കണ്ടുവരുന്ന ചില വണ്ടികളാണ്. അതായത് നമ്മുടെ ഫ്രീക്കന്മാരുടെ ഇഷ്ടവാഹനമായ ഡ്യൂക്ക്, പിന്നെ വരുന്നത് MT അല്ലേ, യമഹയുടെ. പിന്നെ വരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ആരായിരുന്നു? മെറ്റോർ. പിന്നെ നമ്മുടെ ആരാണ്? നമ്മുടെ എൻഡോർക്ക്. പിന്നെ വരുന്നത് പൾസറിൻ്റെ ഏതായിരുന്നു? NS 200. അപ്പൊ നമുക്ക് ഇവിടുന്ന് തൊട്ട് തുടങ്ങാം. ഡ്യൂക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓക്കെ, സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി. അതെ, കോട്ടയം രജിസ്ട്രേഷൻ ആണ്. അത്യാവശ്യം സ്റ്റോക്ക് വണ്ടിയാണ്. പുത്തൻ ടയറാണ്. 25,000 കിലോമീറ്റർ. വേറെ 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ എടുത്ത് പറയേണ്ട സ്റ്റോക്ക് വണ്ടിയാണ്. ചേർത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓണർ തന്നെ വെച്ചാണ്. ടയറൊക്കെ പുത്തൻ ടയറാണ്. അപ്പൊ ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കണത് 1,75,000. ഓക്കെ, നമുക്ക് 1,70,000 നമുക്ക് കൊടുക്കാം. റെഡി ക്യാഷ് ആണെങ്കിൽ അതിനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇത് ഫൈനാൻസ് വരികയാണെങ്കിൽ ഏകദേശം ഒരു 50 രൂപ, ഒരു 54 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫൈനാൻസിലിട്ട് ഇറക്കാൻ പറ്റും. 54 രൂപ ഉണ്ടെങ്കിൽ വണ്ടി സ്വന്തമാക്കാം. 18 മോഡൽ 19 രജിസ്ട്രേഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇത് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. ഇപ്പൊ വളരെ കുറവാണ് നമുക്ക് ഈ ഡ്യൂക്കിന്റെ ഇത് കിട്ടണത്. ഇതും കുറെ പേര് ഫൈനാൻസ് ക്യാൻസൽ ആയിട്ടുണ്ട്. ആണല്ലേ. ഡ്യൂക്കൊക്കെ പിന്നെ പിള്ളേര് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊത്തിക്കൊണ്ട് പോകുന്ന വണ്ടിയാണ്. അതാണ് അത്രയും ഡിമാൻഡുള്ള വണ്ടിയാണെന്ന് പറയാൻ കാര്യം. അതെ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വരാം. MT 2020 വണ്ടി. ലാസ്റ്റ് ഡിസംബർ ആണ്, 21-ലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്. മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ ആണ്. ടയർ കുഴപ്പമൊന്നുമില്ല. ഇത് ABS ആണല്ലേ. ഓക്കെ, ഇതിപ്പോ ചോദിക്കുന്ന പ്രൈസ് 1,50,000. 1,50,000 ആണ് ചോദിക്കുന്ന വില കേട്ടോ. 2021 വണ്ടി. ഒരു വർഷം പഴകിയിട്ടുള്ളൂ. ഒരു വർഷം പഴക്കമുള്ളൂ വണ്ടിക്ക്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു കുഴപ്പങ്ങളും ഇല്ല കേട്ടോ വണ്ടിക്ക്. നല്ല കിടുക്കനായിട്ട് തന്നെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവന്റെ ഈ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഹെഡ്ലൈറ്റ് ആണല്ലേ. 2 ചെറിയ കണ്ണ് പോലത്തെ ആ ഒരു സംഭവമാണ് ഇവന്റെ അട്രാക്ഷൻ. എൻക്വയറി ഉണ്ടായിരുന്നല്ലേ. നല്ല രീതിയിൽ എൻക്വയറി ഉള്ള വണ്ടിയാണ്. ഒട്ട് സമയം കളയാണ്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ നമുക്കൊരു 50,000 രൂപ ഉണ്ടെങ്കിൽ 50,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങളുടെ വീട്ടിൽ കിടക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വരുന്നത് റോയൽ എൻഫീൽഡ് ആണ്. വന്നുള്ള ഈ വണ്ടി ഡീറ്റെയിൽസ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടി വരും ആവുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുകയാണെങ്കിൽ നമ്മൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റുന്നതായിരിക്കും. കാരണം ഇപ്പോൾ വണ്ടി വന്നിട്ടേ ഉള്ളൂ, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ കുറച്ച് ഇതുണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വണ്ടി നമുക്ക് എൻഡോർക്കാണ് വരുന്നത്. എൻഡോർക്കിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ TVS എൻഡോർക്ക്
സ്കൂട്ടറുകളിൽ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ, ഒരു സ്പോർട്ട് ആൻഡ് അഗ്രസീവ് ലുക്കുള്ള സ്കൂട്ടറുകളുടെ രാജാവ്. അതെ, ഏറ്റവും കൂടുതൽ പോകുന്നത് റേസ് എഡിഷൻ ആണ്. റേസ് എഡിഷൻ ആണ്, DRL ടൈപ്പ് ആണ്. മറ്റേ ഹാലോജൻ കഴിഞ്ഞിട്ട് DRL വന്ന മോഡലാണ് ഈ റേസ് എഡിഷൻ. 125. ഓക്കെ, 39 രജിസ്ട്രേഷൻ, എറണാകുളം. ഓക്കെ, ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് 85,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. 2020 വണ്ടി, സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. 20,000 താഴെ ഇത് ഓടിയിട്ടുള്ളത്. 20,000 കിലോമീറ്റർ താഴെ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. 85,000 ആണ് ചോദിക്കുന്ന പ്രൈസ്. ഒരു 20 രൂപ 30 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ പറ്റും. 20 രൂപ 30 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ്. നല്ല ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻഡോർക്കിൻ്റെ കാര്യങ്ങൾ. ദെൻ അടുത്തത് നമ്മൾ വരുന്നത് NS 200. 2018 മോഡൽ വണ്ടി. ഓക്കെ, 2018 മോഡൽ ലോ ബഡ്ജറ്റ് വണ്ടി എന്ന് പറയാം. ഏറ്റവും ലോ ബഡ്ജറ്റ് വണ്ടിയാണ് ഈ എൻഡോർക്കും NS അല്ലേ? അതെ, നമ്മൾ മെയിനായിട്ട് പ്രീമിയം വണ്ടികളാണ് ചെയ്യണത്. ലോ ബഡ്ജറ്റ് കുറവ് എടുക്കാറ്. അതായത് ഇവിടെ കിടക്കുന്നതിൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഈ രണ്ടെണ്ണം. NS-നൊക്കെ നല്ല എൻക്വയറി എപ്പോഴും വരാറുണ്ട്. എപ്പോഴും വരുന്ന എൻക്വയറി. കൂടുതൽ ബ്ലാക്ക് ആണ് ചോദിക്കുന്നത്. നല്ല ഡിമാൻഡാണ്. ബ്ലാക്ക് കാണാൻ കുറച്ചുകൂടി അഗ്രസീവ് ലുക്ക് ആയിരിക്കും. ഇതും 2-3 പേരുടെ ഫൈനാൻസ് ക്യാൻസൽ ആയിട്ടുണ്ടല്ലേ? അതവര് ലാൻഡ് ടാക്സ് ഉണ്ടായില്ല. പിന്നെ സ്വന്തം വീടല്ലെങ്കിൽ ചിലവർക്ക് ഇതാവില്ല. ഫൈനാൻസിന്റെ കാര്യം കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് വീടുണ്ട്, ലാൻഡ് ടാക്സ് വെച്ച് ചെയ്യാൻ പറ്റും, ലാൻഡ് ടാക്സ് ഇല്ലാണ്ടും ചെയ്യാൻ പറ്റും. പിന്നെ വാടക വീട്ടില് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും അത്യാവശ്യം പ്രൂഫ് കൂടുതലുണ്ടെങ്കിൽ, ഗ്യാരണ്ടർ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഫൈനാൻസിന്റെ കാര്യങ്ങൾ. അതാണ്ടോ 2018 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 20,000 കിലോമീറ്റർ. വെറും 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി. വണ്ടിയുടെ പ്രൈസ് വെക്കുന്നത് 85 ആണ്. നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അതാണ് എടുത്തെടുത്ത് പറയേണ്ട കാര്യങ്ങൾ. പ്രൈസ് എല്ലാം നെഗോഷ്യബിൾ ആണ്. കണ്ടല്ലോ, വണ്ടി ടയർ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പുത്തൻ ടയർ, സൈഡിൽ ഡാമേജോ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. കിടുക്കൻ വണ്ടിയാട്ടോ ഇത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇവിടെയുള്ള വണ്ടികൾ. ഇത് കൂടാണ്ട് ഇതൊക്കെ കൂടാണ്ട് ഒരുപാട് വണ്ടികൾ വീട്ടിലുണ്ട്. കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ വീട്ടിലെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ വീട്ടിലെ കിടക്കുന്ന വണ്ടികളുടെ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ബ്രോയുടെ ചാനലിൽ കയറിയാൽ മതി. ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിന്റെ ആ ഒരു സംഭവം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ അതിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോസ് കാണുക. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് അവിടെ വരുന്നതായിരിക്കും. നമ്മുടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങൾ അബ്ജോ യൂസർ ബൈക്ക് ഷോറൂം ആണ്. ഇതാട്ടോ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്. ഇതൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്തോളൂ. ഇതാണ് ഇൻസ്റ്റാഗ്രാം ID, ഇതാണ് കോൺടാക്ട് നമ്പർ. ഇൻസ്റ്റാഗ്രാമിലും നമ്മ നല്ലൊരു സജീവമാണ്. അപ്പോൾ വരുന്ന അപ്ഡേറ്റ്സ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്, സ്റ്റോറി ഇടുന്നതാണ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബ്രോസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കൂടുതൽ ഈ സ്പെഷ്യൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഷോറൂമിലും എറണാകുളം മൊത്തം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ചെറു കാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിന്റെ വീഡിയോസും വരുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ സൂപ്പർ ബൈക്സിൻ്റെ നമ്മുടെ അബ്ജോസിൻ്റെ വിശേഷങ്ങൾ. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ ഇവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസിലൊക്കെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ ആവശ്യമുള്ളവർ സമീപിച്ചാൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ അബ്ജോ. നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും തന്ന് നമ്മുടെ കൂടെ നിന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുന്നത്തെ വീഡിയോസിലൊക്കെ വന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ചെയ്താലോ. പുതിയൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ പറഞ്ഞു.